ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാനൊരു ചെറിയ കിച്ചൺ ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നത്. റെസിപ്പി വീഡിയോ ഒന്നല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് കയറുക എന്നുള്ളത് അല്ലേ. നമ്മൾ എത്ര ചെറിയ ബോട്ടിലായിക്കോട്ടെ വലിയ ബോട്ടിലായിക്കോട്ടെ പഞ്ചസാര നിറച്ച് വെച്ചാൽ അപ്പം എത്തും അതിൽ ഉറുമ്പ്. അപ്പോൾ പഞ്ചസാര പാത്രം തുറന്ന് വെച്ചാൽ പോലും ഉറുമ്പ് കയറാത്ത 3 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലെ ചെയ്താൽ പഞ്ചസാര പാത്രത്തിൽ പിന്നെ ഉറുമ്പ് കിടക്കുന്നതെന്ന പ്രശ്നം ഞങ്ങൾക്ക് ഒരിക്കലും വരില്ല കേട്ടോ. അത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ 3 ടിപ്സ് എന്തൊക്കെയാണ്. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ എത്ര ടൈറ്റാക്കി അടച്ചാലും ഉറുമ്പ് വരാറുണ്ടല്ലേ. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് പഞ്ചസാര പാത്രം വലിയ വെള്ളത്തിലൊക്കെ ആക്കി വെക്കുന്നത് കേട്ടോ. അത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വെള്ളത്തിലൊക്കെ ആക്കി വെക്കുമ്പോൾ പഞ്ചസാര അടിഭാഗമൊക്കെ അലിഞ്ഞ് വരാനൊക്കെ സാധ്യതയുണ്ട്, കുറേയൊക്കെ പഞ്ചസാര ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. കുറച്ചധികം പഞ്ചസാര ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഗ്രാമ്പു നമ്മുടെ പഞ്ചസാര പാത്രത്തിലേക്ക് ഇട്ടാൽ ഉറുമ്പ് കടക്കില്ല കേട്ടോ. അപ്പോൾ ഗ്രാമ്പു ഇങ്ങനെ ഇടുന്നതിനും ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറ്, ഒരു ഈസി മെത്തേഡാണ്. ഇതുപോലെ ഗ്രാമ്പു ഒരു 5-6 എടുത്ത് ഒരു നൂലുമ്മ കെട്ടിയാൽ മതി. എന്നിട്ട് പഞ്ചസാര പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ഈസിയാണ്. നമുക്ക് ഗ്രാമ്പു ഇടുമ്പോൾ അത് പഞ്ചസാര എടുക്കുന്ന സമയത്ത് അതിൽ പെടുമോ അങ്ങനത്തെ പേടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ പഞ്ചസാര എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ നൂലിങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചാൽ മതി. എന്നിട്ട് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര എടുത്തിട്ട് വീണ്ടും അത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉറുമ്പ് ഒട്ടും വരില്ല കേട്ടോ പഞ്ചസാര പാത്രത്തിലേക്ക്. അപ്പോൾ ഗ്രാമ്പു ഇതുപോലെ ഇങ്ങനെ നൂലുമ്മ കെട്ടിയിട്ട് വെക്കുക കേട്ടോ. അത് ഫസ്റ്റ് ടിപ്പാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാരങ്ങ പിഴിഞ്ഞ ശേഷം അതിൻ്റെ തോട് കളയാറാണല്ലേ. ഇനി അതിൻ്റെ തോല് കളയാതെ 1-2 തോട് എടുത്തിട്ട് ഉണക്കി വെക്കുക കേട്ടോ. ഒന്നെങ്കിൽ ചൂടുള്ള അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കുക. എന്നിട്ട് അത് പഞ്ചസാര പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താലും ഉറുമ്പ് വരില്ല കേട്ടോ. എന്നിട്ട് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചാൽ ഉറുമ്പ് ആ ഭാഗത്തേക്കേ പിന്നെ വരില്ല. അപ്പോൾ ഇതും ചെയ്യാം കേട്ടോ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇനി തീരെ ഉറുമ്പ് കടക്കാതെ ഇതൊക്കെ ചെയ്താലും ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ഉറുമ്പ് വന്നാൽ ഒട്ടും ഉറുമ്പ് കടക്കാതിരിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ്. ഇത് പലർക്കും അറിയില്ല കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പെട്രോളിയം ജെല്ലി ഉണ്ടാകും, അഥവാ വാസ്ലീന്. അത് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ ചെയ്യാം ഉറുമ്പ് കടക്കാതിരിക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാസ്ലീൻ എടുക്കുക. പെട്രോളിയം ജെല്ലി ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ മിക്കവരും കൊണ്ടുവരുന്ന എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ. ഇത് എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് വിരലുമേലാക്കി എടുത്തിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ആ വശത്തുണ്ടല്ലോ ഈ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ബോട്ടിൽ അടക്കുന്ന ആ വശത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ പിന്നെ ഉറുമ്പ് ആ ഭാഗത്തേക്കേ വരില്ല കേട്ടോ. അപ്പോൾ ഇത് പലർക്കും അറിയാത്തതാവും. അത് നിങ്ങൾ പഞ്ചസാര ബോട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും ആക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ പുറത്താക്കി കൊടുത്താൽ മതി, തേച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്താൽ പഞ്ചസാര പാത്രം നിങ്ങൾ തുറന്ന് വെച്ചാൽ പോലും ഉറുമ്പ് വരില്ല. ഇനി പഞ്ചസാര മാത്രമല്ല, ബേക്കറി ഐറ്റംസൊക്കെ സൂക്ഷിക്കുമ്പോൾ ഉറുമ്പ് വരികയാണെങ്കിലൊക്കെ ആ പാത്രത്തിൽ ഇതുപോലെ വാസ്ലീൻ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെയൊന്ന് ആക്കി കൊടുത്താൽ മതി. അതുപോലെ ഞാൻ അടപ്പിൻ്റെ ഉൾഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചാൽ ഉറുമ്പ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്വീറ്റ്സ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും ഉറുമ്പ് വരുന്ന സ്വീറ്റ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, അടപ്പിൻ്റെ അടുത്തായിട്ട്. പക്ഷേ ഇത് ഉള്ളിലേക്കാവുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്താലും ഉറുമ്പ് വരില്ല കേട്ടോ. അപ്പോൾ ഈ 3 ടിപ്സും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ അടുക്കളയിലുള്ള പ്രധാന ഒരു തലവേദന ഒഴിഞ്ഞു കിട്ടും കേട്ടോ, ഉറുമ്പ് കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.